പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയിട്ടില്ലെന്ന ആരോപണ വിധേയനായ സജിത് ജോസഫ് പറഞ്ഞു. പട്ടയമുള്ള ഭൂമിയാണ് വിലയ്ക്ക് വാങ്ങിയത്. എല്ലാ അനുമതികളും വാങ്ങിയാണ് കെട്ടിട നിർമ്മാണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റോപ്പ് മെമ്മോ ലഭിക്കുന്നതിന് മുമ്പാണ് കുരിശ് സ്ഥാപിച്ചതെന്നും സജിത് ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. നമുക്ക് ബിൽഡിംഗ് പണിയാൻ വേണ്ടി ബിൽഡിംഗ് പെർമിറ്റ്, അതായത് 2024 ഡിസംബർ മാസം 21 ഫസ്റ്റ് ഫേസിൻ്റെ പണി പൂർത്തിയാകുന്നു. 2024 ഡിസംബർ മാസം 21 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. 1961 ഇടുക്കി ജില്ല പോലും രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് പട്ടയം കിട്ടിയതാണിതെന്ന് പറയുകയും ലീഗൽ ഒപ്പീനിയൻ്റെയും ചുറ്റുപാടുള്ള ആൾക്കാരുടെ ബോധ്യത്തിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി എടുക്കുന്നത്. ഈ വില്ലേജ് ഓഫീസിൽ കൊണ്ട് നിങ്ങളുടെ രേഖകൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതേ 4/3/2005 പീരുമേട് വില്ലേജിലുള്ള 534 നടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൺസ്ട്രക്ഷനുകൾക്കും നിരോധന ഉത്തരവ് കിട്ടുന്നു. മാർച്ച് മാസം 1 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:12 ഈ മൂലയ്ക്കത്തിൻ്റെ സമയം കാണാറ് 1:12 കുരിശ് രൂപത്തിലായി കഴിഞ്ഞു. നിരോധന ഈ കൺസ്ട്രക്ഷൻ ചെയ്യരുത് എന്ന കളക്ടറുടെ ഉത്തരവ് പുറപ്പെടുവിച്ച് 4 ഉത്തരവ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. പണി അവസാനിച്ചത് എന്നാന്ന് മറക്കരുത്. നമുക്ക് ബിൽഡിംഗ്. ബിനിൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബിനിൽ, മാതൃഭൂമി ന്യൂസ് പുറത്തുകൊണ്ടുവന്ന വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ്. ഇദ്ദേഹം പറയുന്നത് പട്ടയം കിട്ടിയ ഭൂമി ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചതാണ് എന്നുള്ളതാണ്. എത്രമാത്രം വസ്തുതയുണ്ട് ആ വാദത്തിൽ? അഭിലാഷേ, അത് ശരിയാണ്. അതായത് പട്ടയം നേരത്തെ നൽകിയിരുന്ന ഭൂമി, ഒരാൾക്കാണ് പട്ടയം കിട്ടിയത്. അയാളിൽ നിന്ന് മറ്റ് 5 പേർ ഈ ഭൂമി വാങ്ങി. ആ 5 പേരിൽ നിന്നാണ് ഈ തൃക്കൊടിത്താനം സ്വദേശിയായ സജിത് ജോസഫ് ഈ ഭൂമി വാങ്ങുന്നത്. ഈ പട്ടയം ജെനുവിനാണോ ഇല്ലയോ എന്നതാണ് ആദ്യം റവന്യൂ വകുപ്പ് പരിശോധിക്കുന്നത്. അതിനുശേഷം എത്രമാത്രം ഭൂമി ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, തനിക്ക് എല്ലാ അനുമതികളോടും കൂടിയാണ് താൻ ആ കെട്ടിട നിർമ്മാണം നടത്തിയതെന്നതാണ് സജിത് ജോസഫ് അവകാശപ്പെടുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം പഞ്ചായത്തിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ടുണ്ട്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ രേഖകളൊക്കെ എങ്ങനെ സജിത് ജോസഫിന് ഈ ഭൂമിയിൽ ഇത്ര വലിയൊരു നിർമ്മാണ പ്രവൃത്തി നടത്താൻ മാത്രം പാകത്തിൽ അനുവദിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ സജിത് ജോസഫ് പറയുന്നത് പോലെ 1964 പട്ടയം ആണ്, ആ നിയമപ്രകാരമുള്ള പട്ടയമാണ് എങ്കിൽ ഇപ്പോൾ സജിത് ജോസഫ് നടത്തിയിരിക്കുന്നത് പോലൊരു നിർമ്മാണ പ്രവൃത്തി അവിടെ സാധ്യമല്ല. കാരണം ആ വീട് ആവശ്യത്തിന് മാത്രമേ അത്തരത്തിൽ പട്ടയത്തിൽ അനുമതി നൽകുന്നുള്ളൂ. ഇതൊരു വലിയ ധ്യാന കേന്ദ്രമാണ് അവിടെ പണിത്. 400 പേർക്ക് താമസിക്കാൻ കഴിയുന്ന സംവിധാനം അടക്കമാണ് സജിത് ജോസഫ് അവിടെ തയ്യാറാക്കിയത്. അത് പട്ടയ വ്യവസ്ഥയുടെ ലംഘനം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു പട്ടയമാണ് എങ്കിൽ ആ പട്ടയത്തിൽ ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷന് എങ്ങനെയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നിർമ്മാണ അനുമതി നൽകിയത്? അതോടൊപ്പം തന്നെ ബിനിൽ, അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്, സ്റ്റോപ്പ് മെമ്മോ കിട്ടുന്നതിന് മുമ്പാണ് കുരിശ് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇത്തരം ഒരു സ്റ്റോപ്പ് മെമ്മോ അദ്ദേഹത്തിന് കിട്ടാൻ വൈകിയതാണോ, അതോ അത് സ്റ്റോപ്പ് മെമ്മോ വരുന്നത് അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയാണ്? കാരണം നമ്മുടെ ദൃശ്യങ്ങളിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു കുരിശ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വാർത്തകൾ വന്നതിന് ശേഷമല്ലേ അവിടെ ഒരു കുരിശ് സ്ഥാപനമൊക്കെ നടന്നത്? മാർഷലെ, അത് വളരെ ശരിയാണ്. കാരണം മാതൃഭൂമി ന്യൂസ് ഫെബ്രുവരി 24 അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ആ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന വാർത്താ പരമ്പര തന്നെയാണ് നമ്മൾ പെരുന്തുംപാറയുമായി ബന്ധപ്പെട്ട് നൽകിയത്. ആ സമയത്തൊന്നും തന്നെ അവിടെ ആ കുരിശ് ഉണ്ടായിരുന്നില്ല. സജിത് ജോസഫ് തന്നെ പറയുന്നത് മാർച്ച് 1 ആ കുരിശ് സ്ഥാപിച്ചത് എന്നതാണ്. ഈ സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത് മാർച്ച് മാസം 4 പക്ഷേ ആ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് മുൻപ് താൻ ആ കുരിശ് നിർമ്മാണം തുടങ്ങിയിരുന്നു എന്നതാണ് സജിത് ജോസഫ് അവകാശപ്പെടുന്നത്. പക്ഷേ ആ കുരിശ് പൂർണ്ണമായും നിർമ്മിച്ച് തീർന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിരോധനാജ്ഞ ലംഘനം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സജിത് ജോസഫിന്റെ കുരിശ് റവന്യൂ പൊളിച്ചു നീക്കിയത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത്, സജിത് ജോസഫിന് അറിയാമായിരുന്നു. SIT റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. മാതൃഭൂമി ന്യൂസ് ആ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അതിനുശേഷമാണ് ഈ കുരിശ് നിർമ്മാണം നടന്നതെന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് ആ കുരിശ് അവിടെ സ്ഥാപിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം മാർച്ച് 1 മുൻപ് തന്നെ മാതൃഭൂമി ന്യൂസ് ഈ കയ്യേറ്റ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു, SIT റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം ഇടുക്കി ജില്ലാ ഭരണകൂടം അതിൽ
നടപടികളിലേക്ക് മുന്നോട്ട് പോയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അവിടെ കുരിശു വന്നിരിക്കുന്നത്. പക്ഷേ സജിത് ജോസഫിന്റെ നിരത്തുന്ന രേഖകൾ അത് റവന്യൂ വകുപ്പിനെയും പഞ്ചായത്തിനെയും തന്നെയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു ഭൂമിയിൽ ഇതുപോലൊരു കെട്ടിടം നിർമ്മിക്കാൻ ബിൽഡിംഗ് പെർമിറ്റ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. അത് നൽകിയത് ആരാണ് എന്ന് കണ്ടെത്തേണ്ടത് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പാണ്. കാരണം ഇത്തരത്തിലൊരു ഭൂമിയിൽ ഇതുപോലൊരു നിർമ്മാണത്തിന് അനുമതി നൽകാൻ കഴിയില്ല. കാരണം സജിത് ജോസഫിന്റെ കയ്യിലുള്ള പട്ടയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതുപോലൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയുള്ള ഒരു ബിൽഡിംഗ് അവിടെ പണിയാൻ കഴിയില്ല. എന്തു പറഞ്ഞാലും സജിത് ജോസഫ് അവിടെ ധ്യാന കേന്ദ്രമാണ് തുടങ്ങിയത്. കഴിഞ്ഞ ഡിസംബറിൽ അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് ഇതുവരെ കെട്ടിട നമ്പർ അതിന് നൽകിയിട്ടില്ല. കാരണം പഞ്ചായത്തിന് കെട്ടിട നമ്പർ നൽകാനുള്ള അപേക്ഷ സജിത് ജോസഫ് നൽകിയ ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൽ സംശയം തോന്നി. റവന്യൂ വകുപ്പിനോട് വിശദീകരണം തേടി. അപ്പോൾ റവന്യൂ വകുപ്പ് പറഞ്ഞു അതിലെ സർവേ നമ്പർ മാറിക്കിടക്കുകയാണ്, തങ്ങൾ ആ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയാണ് എന്ന് പഞ്ചായത്തിനെ അറിയിച്ചു. അതുകൊണ്ട് പഞ്ചായത്ത് കെട്ടിട നമ്പർ ഇട്ട് നൽകിയില്ല. ആ കെട്ടിട നമ്പർ ഇട്ട് നൽകാതിരുന്ന ആ ബിൽഡിംഗ് ആണ് സജിത് ജോസഫ് ഉദ്ഘാടനം ചെയ്ത് പിന്നീട് പ്രവർത്തിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പട്ടയ പ്രകാരം അവിടെ ഇതുപോലൊരു ധ്യാന കേന്ദ്രം നിർമ്മിക്കാൻ കഴിയില്ല. പക്ഷേ സജിത് ജോസഫ് ഉള്ള പട്ടയം അനുസരിച്ച് അവിടെ വീടുണ്ടാക്കാൻ മാത്രമേ കഴിയൂ. ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്കുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സാങ്കേതികത്വം പറഞ്ഞ് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാതൃഭൂമി ന്യൂസ് പുറത്തുകൊണ്ടത് വളരെ സുപ്രധാനമായ വാർത്തയാണ് പരുന്തുംപാറയിലെ ഈ ഭൂമി കയ്യേറ്റം.